ശ്യാമ, ഇന്ന് നമ്മൾ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ സംഭവം അതിന്റെ നട്ടല്ലായി നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. ഞാൻ ആ വാർത്ത വായിച്ചാണ്, പത്രത്തിൽ വായിച്ചാണ്. സൈക്കിൾ ഇടിച്ച് മരിച്ചു എന്നുള്ളത്. പാപ്പച്ചൻ, കൊല്ലം. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു കൊലപാതകം ചുരുളഴിയാണ്. ഞാൻ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഒരു 100 കേസ് ഉണ്ടാകുമ്പോൾ 70 എണ്ണേ തെളിയുകയുള്ളൂ, 30 എണ്ണം തെളിയുന്നില്ല. അത് തെളിയാതെ തന്നെ നിലനിൽക്കുകയാണ്. നമ്മുടെ ഈ റോഡ് അപകടങ്ങളും മരണങ്ങളും അതിലൊക്കെ ചിലത് കൊലപാതകങ്ങളാണ്. അത് ചിലത് ദീർഘകാലത്തിന് ശേഷം പുറത്തു വരും, ചിലത് ഒരിക്കലും പുറത്തു വരില്ല. അങ്ങനെ ഒരു സംഭവം. ഈ റൺ ഫോർ യു എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ അപകട മരണം, അതുപോലെ നമ്മുടെ ഇവിടുത്തെ SP പ്രദീപിന്റെ മരണം, ഇതിലൊക്കെ വലിയ സംശയങ്ങളുള്ള കേസുകളാണ്. പക്ഷെ അതൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിങ്ങനെ മറഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇതിന്റെ മെയിൻ കക്ഷി സരിത. അതായത് നമ്മൾ സാധാരണഗതിയിൽ ബാങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ബാങ്കുകളിൽ പോയിട്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ പോയി, അത് കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ധനകാര്യ സ്ഥാപനം, പല മാധ്യമങ്ങളും ആ പേര് പുറത്തു വിട്ടിട്ടില്ല. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം സ്വർണ്ണപ്പണയം വയ്ക്കാനൊക്കെ നമ്മൾ പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ധനകാര്യ ആവശ്യങ്ങൾക്കായിട്ട് പോകാറുണ്ട്. ഇദ്ദേഹം അങ്ങനെ പോയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ആരുമില്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം സൗഹൃദം സ്ഥാപിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ കാര്യം കഴിഞ്ഞ് തിരിച്ചു പോരുക. അദ്ദേഹം ഒരു BSNL ജീവനക്കാരനാണ്. അപ്പം പെൻഷൻ കിട്ടിയ തുകയും റിട്ടയർ ആയപ്പോൾ കിട്ടിയ തുകയും എല്ലാം കൂടെ ചേർത്ത് 76 ലക്ഷം രൂപ കൊല്ലത്തെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. കൊല്ലത്തെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി മുത്തൂറ്റില് നമുക്ക് പേര് പറയുന്നതിന് അതിന് കുഴപ്പമൊന്നുമില്ല. അവനെ പോയി പണിയൊക്കെ അത്രേ ഉള്ളൂ. കൊണ്ടുപോയി നിക്ഷേപിച്ചു 76 ലക്ഷം രൂപ. അപ്പോൾ ഈ 76 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് ഇദ്ദേഹം ആ ബാങ്കിൽ FD ഇട്ടിട്ട് ഈ ബാങ്കുമായിട്ട് സ്ഥിരം ബന്ധം പുലർത്തി. ഈ പാപ്പച്ചൻ എന്ന് പറയുന്നത് പന്തളം കുടച്ചനാട് സ്വദേശിയാണ്. അദ്ദേഹം കൊല്ലത്തെ താമസക്കാരനാണ്. ആശ്രമം മൈതാനത്തിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ബാങ്കിൽ സ്ഥിരമായി പോകുമ്പോൾ ഈ ബാങ്കിലെ സരിത എന്ന് പറയുന്ന മാനേജർ ഈ പാപ്പച്ചനുമായി അടുത്ത ബന്ധം പുലർത്തി. ഇദ്ദേഹം ബന്ധുക്കളുമായിട്ടൊക്കെ വേർപിരിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണെന്ന് സരിതയ്ക്ക് മനസ്സിലായപ്പോൾ സരിത ഇദ്ദേഹവുമായിട്ട് അടുപ്പം പുലർത്തിയാണ് ഇപ്പോൾ 76 ലക്ഷം രൂപ അവിടെ FD ഇട്ടു. അപ്പോൾ ഈ ബാങ്കിൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ഇദ്ദേഹം അവിടെ ചെല്ലുന്നു, സരിതയുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പം ഈ സ്ത്രീ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീക്ക് മനസ്സിലായി ഇദ്ദേഹം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പണം തനിക്ക് തട്ടിയെടുക്കാൻ പറ്റും. അവകാശികൾ ആരും തേടി വരാൻ പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദേശത്തൊക്കെയാണ്. അപ്പം ഇത് തട്ടിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ സരിത എന്തെന്ന് വെച്ചാൽ, സരിത അനൂപ് എന്ന് പറയുന്ന അക്കൗണ്ടന്റുമായി ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതെ, ഈ പാപ്പച്ചനെ തട്ടുക, കൊലപ്പെടുത്തുക, അതാണ് ഇവരുടെ ഉദ്ദേശം. ഈ പാപ്പച്ചനെ വണ്ടി ഇടിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് 23-ാം തീയതിയാണ്. സൈക്കിളിൽ മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ, ആർക്കും ഒരു പൈസയും കൊടുക്കത്തുള്ളൂ. വളരെ ലുബ്ധിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പൈസയൊന്നും അങ്ങനെ ചെലവാക്കി കളയുന്ന ഒരു മനുഷ്യനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും രൂപ, 76 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ് 76 ലക്ഷം രൂപ ഉള്ളത്. അപ്പൊ അത്രയും തുക ഉണ്ട്. അപ്പൊ മെയ് 23-ാം തീയതി വണ്ടി ഇടിക്കുന്ന ഒരു നീല വാഗണാറാണ്. ഇത് ആശ്രമം മൈതാനത്ത് നിന്ന് അകത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു ഇടറോഡുണ്ട്. ഈ ഇടറോഡ് വെച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത്. നീല വാഗണാർ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഇടിച്ച ശേഷം ആ ഇടിക്കുന്നത് അനിയാണ്. അനി എന്ന് പറയുന്നത് ഒരു കൊട്ടേഷനാണ്. അനിയുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. അത് കൊല്ലത്ത് മാത്രമല്ല, ഈ കേരളത്തിലെമ്പാടും പല പോലീസ് സ്റ്റേഷനുകളിലും അനിക്കെതിരെ കേസുകളുണ്ട്. അയാളൊരു ക്രിമിനലാണ്. മനസ്സിലിൽ എനിക്ക് അന്ന് തന്നെ പിടിച്ചു. അത് CCTV നോക്കി പോലീസ് കണ്ടുപിടിച്ചു. സാധാരണ അപകടം. ഈ അനിയെ പിടിച്ചപ്പോൾ അനി പറഞ്ഞു, ഞാൻ പേടിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും പക്ഷെ ഈസ്റ്റ് പോലീസിന് ആദ്യമേ സംശയം തോന്നി. കാര്യം അനി ഒരു ക്രിമിനലാണെന്ന് പോലീസിന് അറിയാം. പക്ഷേ എങ്കിലും ഇതൊരു വാഹനാപകടം എന്ന രീതിയിൽ അങ്ങ് ആ കേസ് തീർന്നു. 23-ാം തീയതി ഇടിക്കുന്നു, 26-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. മെയ് 23-ന് ഇടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പാപ്പച്ച 26-ാം തീയതി മരണപ്പെട്ടു. പിന്നീട് ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അനിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പ്രകാരം പോലീസ് FIR ഇട്ട് കേസ് അങ്ങനെ അങ്ങ് പോയി. അത് പിന്നെ ഒരു ഇൻഷുറൻസ് കേസ് മാത്രമായിട്ട് അവസാനിക്കുന്ന ഒരു സാധനമാണ്. അവസാനിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ പോയപ്പോഴാണ് ഇവരുടെ മക്കൾ ഇത് സംബന്ധിച്ചൊരു വിവരം, അതായത് ഇദ്ദേഹത്തിന് ഈ ബാങ്കിൽ
FD ഉണ്ട് എന്നൊരു വിവരം ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ലഭിച്ചു. അത് ഇദ്ദേഹത്തിന് ഇത്രയും പിന്നെ തുക, ഒരു ഭീമമായിട്ടുള്ള ഒരു തുക അവിടെ ഉണ്ട് എന്നൊരു വിവരം ഇവർക്ക് ലഭിച്ചു. അവരിത് അന്വേഷിച്ച് ഈ ബാങ്കിലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മരണപ്പെടുന്നതിന് 3 മാസം മുമ്പ് പാപ്പച്ചൻ അതിൽ നിന്നും 55 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 55 ലക്ഷം രൂപ പിൻവലിച്ചു. ആ പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ വ്യാപകമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പാപ്പച്ചന് എന്തിനാണ് ഇത്രയും വലിയ തുക പിൻവലിച്ചത് എന്നൊരു അന്വേഷണം ഈ ബന്ധുക്കൾ നടത്തി. അതൊരു വ്യാപകമായി അവരുടെ അന്വേഷണം, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഭൂമി മേടിച്ചിട്ടില്ല, വാഹനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, താമസിക്കുന്നിടത്ത് പുതിയ കൺസ്ട്രക്ഷൻ ഒന്നും നടത്തിയിട്ടില്ല, ഇതൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇദ്ദേഹം എവിടേക്ക് ഈ പണം കൊണ്ടുപോയി എന്നുള്ള സംശയത്തിലാണ് ഇവർ കൊണ്ടുപോയി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പിന്നെ ഇവർ കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പം പോലീസ് അദ്ദേഹം CP ക്ക് കിട്ടിയ പരാതി CP ഈസ്റ്റ് പോലീസിന് കൈമാറി. ഈസ്റ്റ് പോലീസ് ഈ ബാങ്കിൽ ചെന്നപ്പോൾ പിന്നെ തുക പിൻവലിച്ചിട്ടുണ്ട്, പിന്നെ ഇത്രയും വലിയ തുക പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ പിൻവലിക്കുവാൻ വേണ്ടി ഒപ്പിടേണ്ട പേപ്പറുകളിൽ എല്ലായിടത്തും ഒപ്പിട്ടിട്ടില്ല, സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അനൂപിനെ പിടികൂടുന്നത്. അക്കൗണ്ടന്റിനെ പിടികൂടുമ്പോൾ അക്കൗണ്ടന്റ് മാനേജർ അറിയാതെ പണം പിൻവലിക്കാൻ നടക്കുന്ന പരിപാടിയല്ല എന്ന് പോലീസിന് അറിയാലോ. അങ്ങനെയാണ് സരിതയും അനൂപിനെയും പിന്നെ ഇവർ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും പിന്നീട് പോലീസ് സൈലന്റ് ആയിട്ട് ഇവനെ പിടിച്ചു. ഈ അനി മനസ്സിൽ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ അനി മനസ്സിൽ ഇവർ 19 ലക്ഷം രൂപ കൊട്ടേഷനാണ് പോയത്. 19 ലക്ഷം രൂപയുടെ ഇവര് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് 2 ലക്ഷം രൂപയെന്ന്. അപ്പൊ 19 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ്. 19 ലക്ഷം രൂപയുടെ കൊട്ടേഷനിൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് ആണ് 2 ലക്ഷം. 19 ലക്ഷത്തിന്റെ കൊട്ടേഷനാണ് ഇവനെ എടുത്തത്. അപ്പോൾ ഇവനെ എടുത്തു. അപ്പോൾ ഇവനെ സംശയിച്ച് ഇവനെ സഹായിക്കാൻ പിന്നെ ഉണ്ടായിരുന്നത് മാഹി, ഇവന്റെ സുഹൃത്തായിട്ടുള്ള മാഹീനും ഇവനുമാണ് ആ കാറിലന്ന് ഉണ്ടായിരുന്നത്. ഈ വണ്ടി കൊടുത്തത് ഹാഷിഫിന്റെ വണ്ടിയാണ് പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, ഈ നീല വാഗണാർ. അപ്പൊ ഹാഷിഫ് വണ്ടി കൊടുത്തു, മാഹീനും അനിയും കൂടെ വണ്ടി കൊണ്ടുപോയി. പാപ്പച്ചൻ സ്ഥിരമായി സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കൊടുത്തത് സരിതയാണ് പറഞ്ഞു കൊടുത്തത്. മാത്രമല്ല ഈ ഏർപ്പാട് നടപ്പാക്കുന്നതിന് വേണ്ടി പിന്നെ സരിത ഒരു സിം കാർഡ് എടുത്തു, അനൂപ് ഒരു സിം കാർഡ് എടുത്തു, അനിക്ക് ഇവരൊരു സിം കാർഡ് എടുത്തു കൊടുത്തു. എന്നിട്ട് 3 ഫോണുകൾ മേടിച്ചു. 3 ഫോണുകൾ മേടിച്ച് ഈ 3 ഫോണുകൾ വഴിയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പിന്നെ പാപ്പച്ചനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി മെയ് 22-നും 21-നും ശ്രമം നടന്നു. മെയ് 22-നും 21-നും ശ്രമം നടന്നപ്പോൾ ഈ 2 സമയവും പിന്നെ അവസരം ഒത്തുവന്നില്ല. ഈ പിന്നെ ആദ്യത്തെ ദിവസവും ആളുകളുണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസവും ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 23-ാം തീയതി അവസരം നോക്കി ഇദ്ദേഹത്തെ ഇടിച്ചിട്ടതിൻ്റെ CCTV പോലീസിന് കയ്യിൽ കിട്ടി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അപകടമാണെന്നേ തോന്നുള്ളൂ. വണ്ടിയൊന്ന് പാളി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു അശ്രദ്ധ പറ്റിയതാണെന്നേ തോന്നുകയുള്ളൂ. ഇത് മനഃപൂർവ്വം ഇടിക്കുകയാണെന്ന് തോന്നത്തില്ല CCTV വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടില്ലേ. സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്ലാൻ ചെയ്യുന്നു, തൻ്റെ ബാങ്കിലെ ഇടപാടുകാരൻ്റെ കഥ അറിയുന്നു. കഥ അറിഞ്ഞ ശേഷം ആ കഥ മനസ്സിലാക്കി അയാളെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ പൈസ ഏതാണ്ട് 1/2 കോടിയിലധികം രൂപ അടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പൈസ എടുത്തിട്ട് അദ്ദേഹത്തിനെ തട്ടാൻ കൊട്ടേഷൻ കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ കൊലപ്പെടുത്താൻ അയാളുടെ പൈസ തന്നെ അടിച്ചു മാറ്റിയിട്ട് അയാളെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്കുന്നു. ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ എപ്പോഴും, ഞാൻ പലപ്പോഴും പല ചർച്ചയിലും പറയുന്നത്, ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ പോയി സ്വന്തം കഥ പറയരുത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ പോയി ജീവിത കഥ ആരോടും പോയി ഷെയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. അത് പിന്നെ നമ്മളത് ദോഷം ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ എൻ്റെ കഥകളൊന്നും അങ്ങനെ ആരോട്ടും ഷെയർ ചെയ്യാൻ പോകില്ല. കാര്യം പിന്നീട് ഇത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലൊരു ക്രിമിനൽ, ഞാൻ പറയാറില്ലേ, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരു കുറ്റവാളിയുണ്ട്. ആ കുറ്റവാളി അവസരം വരുമ്പോൾ എങ്ങനെയാണ് പുറത്തു വരും. അത് സമൂഹം കുറ്റകൃത്യത്തിന് അവസരം ഉണ്ടാക്കുകയും കുറ്റവാളി അത് നടപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ നിർവചനം. ഇതിനെ അങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തെ വിശദീകരിക്കുന്നത്. അതിന്റെ തിയറി അങ്ങനെയാണ്. കുറ്റകൃത്യത്തിന് ക്രൈം തിയറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറ്റകൃത്യത്തിനുള്ള അവസരം സമൂഹം ഒരുക്കി വെക്കുന്നു, കുറ്റവാളി അത് നടപ്പാക്കുന്നു. ഇതാണ് സംഭവം. ഇവിടെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ പാപ്പച്ചനാണ്.
ഈ പാപ്പച്ചൻ ഈ പറഞ്ഞ പോലെ ഒരു മകളോടുള്ള സ്നേഹത്തോടെ ആ സ്ത്രീ പെരുമാറിയിട്ടുണ്ടാകാം. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കാണ്, അദ്ദേഹത്തിന് ആരോടും അല്ല, ഞാൻ പറഞ്ഞു അതിലെ അബദ്ധമാണ് ഞാൻ പറഞ്ഞത്. പാപ്പച്ചനെ ഞാൻ കുറ്റക്കാരനായി പറയുകയോ വിഡ്ഢിത്തരം എന്ന് പറയോ ഒന്നുമല്ല. വയസ്സായ ആളുകൾ പൊതുവെ പ്രായം ചെന്ന ആളുകൾ ആരോടെങ്കിലും ഒക്കെ മിണ്ടാൻ ശ്രമിക്കും, കേൾക്കാൻ താല്പര്യപ്പെടുന്നവരടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അതെ അതെ അതെ, അവിടെ ഉണ്ടാകുന്ന അപകടമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ പാവപ്പെട്ട മനുഷ്യന്റെ നിഷ്കളങ്കതയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒറ്റപ്പെടലിനെയും ഈ സ്ത്രീ ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒറ്റപ്പെടലും ആരോരുമില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടും ദുഃഖവും ഷെയർ ചെയ്തപ്പോൾ ഈ സ്ത്രീ അത് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ പണം എടുത്തിട്ട് അദ്ദേഹത്തെ തന്നെ കൊലപ്പെടുത്തി. ഇവളൊരു സ്ത്രീയാണോ? ഇവള് എവിടുത്തെ സ്ത്രീയാണ്? സ്ത്രീ എന്ന് പറഞ്ഞാൽ കരുണയും സ്നേഹത്തിൻ്റെയും ഒക്കെ മുഖമാണെന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഇപ്പൊ വരുന്നതെല്ലാം കുഴപ്പക്കാർ, കംപ്ലീറ്റ് കുഴപ്പക്കാർ. പുറത്തു വരുന്ന ഇവളുമാരുടെ കഥകളെല്ലാം പുറത്തു സർവ്വ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു വലിയൊരു സമൂഹത്തെ, സ്ത്രീകളെന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തിന് വലിയ പേരുദോഷം ഉണ്ടാക്കി കൊടുക്കുക ഇവളുമാർ. ഇങ്ങനെ കുറേ എണ്ണം ഒരു സൈഡിക്കുന്നത്. വേറെ ഇവിടെ കിടക്കുന്ന ഇപ്പൊ ജാമ്യം കിട്ടി പോയിട്ടുണ്ടല്ലേ ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ. വേറൊരിടത്ത് ഇന്നലെ ശിക്ഷിച്ചു രേഷ്മ. ആ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണക്കാരിയായ വേറെ രണ്ടവളുമാർ അതിന് മുമ്പ് തന്നെ പോയി ആത്മഹത്യ ചെയ്തു. അത് ഗ്രീഷ്മയെ ആര്യയും. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള മാനസിക അവസ്ഥയാണ് ഇവർക്കെല്ലാം. അങ്ങനെയുള്ള ക്രിമിനൽ ബുദ്ധിയുള്ള ഇത് എന്താ ആളുകൾ. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഇവിടെ നമ്മുടെ മാനവീയം വീതിയുടെ അപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത്, നമ്മുടെ മാനവീയം വീതി. അപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ ഒരു സാമൂഹിക വിരുദ്ധ കേന്ദ്രമാകുന്നു എന്നൊരു ആരോപണം ഉയർന്നു. മയക്കുമരുന്ന് MDMA കച്ചവടം അവിടെ വ്യാപകമായി നടക്കുന്നു എന്ന് അവിടുത്തെ നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. മാത്രമല്ല അവിടുത്തെ ഈ മാനവീയ വീതിയോട് ചേർന്നിട്ടുള്ള ഇടവഴികളിലൊക്കെ ഈ പിള്ളേര് ഈ MDMA ഒക്കെ ഉപയോഗിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നൊക്കെയുള്ള പരാതി അവിടെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചു ഈ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട്, അതായത് ഇത്തരം ഉടൻ തന്നെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നൊക്കെ. അപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഇരിക്കുന്നു. ഇന്നലെ ഒരു കുട്ടി ഇങ്ങോട്ട് അതിനിട്ടൊരു ചവിട്ട്, ഒരു പെൺകുട്ടി. അതിനത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങോട്ട് വന്നിട്ട് അതൊരു ക്രിമിനൽ ബുദ്ധിയാണ്. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ കൈകാര്യം ചെയ്യണമെന്നൊരു പെൺകുട്ടിക്ക് തോന്നുന്നു. അതുവഴി നടന്നു പോകുന്ന ആർക്കും തോന്നുന്നില്ല, വേറെ ആർക്കും തോന്നുന്നില്ല. ആ പെൺകുട്ടിക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതവിടെ പോയി അതിനിട്ടൊരു ചവിട്ട് കൊടുത്തു. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തേക്കാൻ തരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ഒരു ചവിട്ട് വിട്ട് കൊടുത്തിട്ട് അങ്ങ് പോയി. അതുപോലെ അതിൻ്റെ ചവിട്ടിനത് വീഴത്തില്ല, കാര്യം നല്ല കെട്ടി ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ ഈ ഒരു കുറ്റവാളിയുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു കുറ്റവാളിയുണ്ട്. ആ കുറ്റവാളി ചില സമയങ്ങളിൽ പുറത്തു വരും. ചില മനുഷ്യരുടെ ഉള്ളിലെ കുറ്റവാളി ഇതുപോലെയുള്ള ക്രൂരകൃത്യം ചെയ്യാനുള്ള, അത് അവളെ മകളെ പോലെ കണ്ട ഒരു മനുഷ്യനെയാണ് കൊലപ്പെടുത്താൻ അവൾക്ക് തോന്നിയത്. അവളെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടരുത്. ഇവളൊന്നും ഇനിയിപ്പം അകത്തുകൊണ്ടിട്ട് കഴിഞ്ഞാലേ കുറച്ച് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൾക്കൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ജാമ്യം കിട്ടി പുറത്തിറങ്ങി എവളുമാർ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇത് ഈ കേസ് അട്ടിമറിക്കാനുള്ള പണി ശ്രമം നടത്തും. അത് കൃത്യമായിട്ട് ചെയ്തു നോക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഇവളുമാർ പുറത്തിറക്കിയിട്ട് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ നോക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധം പുലർത്താൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതായത് എന്തെന്ന് കുറ്റപത്രത്തിൽ ലൂപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ അതിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നത്. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഗ്രീഷ്മ പുറത്തിറങ്ങിയിട്ട് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ തപ്പിയോട്. ഗ്രീഷ്മ ജാമ്യം കിട്ടിയപ്പോൾ ആദ്യം തപ്പിയോടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇവളുടെ കഷായത്തിൽ പേടിയുള്ളത് കൊണ്ട് സഹകരിക്കാൻ പോയില്ല. ഇങ്ങനെയൊക്കെയുള്ള പണികൾ കാണിച്ചു വെക്കും. അപ്പം എന്തായാലും നമ്മളെ ഞെട്ടിക്കുന്ന കഥകളാണ് നമ്മുടെ സ്വന്തം ജില്ലയിൽ നിന്ന് കയറി വരുന്നത്. നമ്മൾ രണ്ടുപേരും കൊല്ലക്കാരാണ്. പതുക്കെ പറയാതെ. ശരി.